അളിയാ ക്ലീറ്റോ അളിയോ ഓ വാ ഒന്ന് ഇറങ്ങി വാളിയാ. അളിയാ ഒന്ന് പെട്ടെന്ന് ഡ്രസ്സ് മാറി വാ, നമുക്കൊരു സ്ഥലം വരെ പോകണ്ട്. അളിയ നമ്മുടെ ബാബുവിന്റെ വീട് വരെ ഒന്ന് പോകണമെന്ന്. എന്റെ അളിയ അവിടെ എന്തോ വഴിത്തറക്കം നടക്കുന്നത്. അവനും അവന്റെ ചേട്ടൻ സുരേഷോട്ട് ഭയങ്കര അടിയെന്ന് പറയുന്നു. വഴി കെട്ടി അടച്ചെന്നോ അതിനകത്ത് വേസ്റ്റ് ഇട്ടെന്നൊക്കെ പറയുന്നു. അവന്മാർ തമ്മിൽ കുഴപ്പമില്ലായിരുന്നല്ലേ? കുഴപ്പം പെട്ടെന്നല്ലേ ഉണ്ടാവുന്നത്. അടിയായെന്ന് പറഞ്ഞു. ഞാൻ നായരേട്ടന്റെ കടയിൽ നിന്നപ്പോ നടരാനാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു നീ അവിടെ നില്ല്, ഞാൻ ഇതുവഴി വന്നിട്ട് ക്ലീറ്റോയും കൂട്ടി ഞാൻ വരാമെന്ന് പറഞ്ഞു. അളിയ പെട്ടെന്ന് വാ. അളിയാ ബാബു നമ്മുടെ പ്രവർത്തനാണ് അറിയാമല്ലോ. പിന്നെ അതുപോലെ സുരേഷും നമ്മുടെ കൂടെ പാർട്ടിയിൽ പണ്ടുണ്ടായിരുന്ന ആളാ. അതൊക്കെ ശരി തന്നെ സംഭവം. നീ ആ നടരാനെ വിളിച്ചിട്ട് അടി കഴിഞ്ഞ എന്ന് ചോദിച്ചു. അടി കഴിഞ്ഞെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അടിയിൽ ഇടയിൽ ചെന്ന് കയറണ്ട, വിളിച്ചു ചോദിക്കും. കഴിഞ്ഞിട്ട് പോയിട്ട് എന്താ കാര്യം? ഇടേ നീ നടരാനൊന്ന് വിളി. അവിടെ അടി കഴിഞ്ഞാൽ ഇങ്ങനെ അതിൽ കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വിളിച്ച ഫോൺ എടുക്കത്തില്ല. നീ അങ്ങനെ തന്നെ. ഹലോ എടാ നടരാജ്, എന്താടാ അവിടെ? അടിയാ ഇപ്പം എങ്ങനെയുണ്ട്? അടി കഴിഞ്ഞാ? ആ ശരി, ഞാൻ ക്ലീറ്റോയും വിളിച്ചങ്ങ് വരാം. ഓ അളെ ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. സോൾവ് ആയി. അടി ഒതുങ്ങി. ശരി എന്നാ നീ ചെല്ലു. അളിയ വാളിയ നമുക്ക് രണ്ടുപേരും കൂടെ പോവാ. സാറേ ഇപ്പൊ രണ്ടുപേരും കൂടെ നേരെ അവിടെ ചെല്ലണ്ട. അവിടെ ചെന്ന് അവിടെ പോയി സംസാരിച്ചാൽ വീണ്ടും ഇത് ഒന്നും രണ്ടും പ്രശ്നമാവും. രണ്ടുപേരും കൂടെ അവിടെ നിന്ന് മാറ്റി നേരെ വിളിച്ച് പാർട്ടി ഓഫീസിലോട്ട് പോവാ. നീ നമുക്ക് അവിടെ നിന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാം. പാർട്ടി ഓഫീസ് വെച്ചാ നീ അങ്ങോട്ട് കൊണ്ടുപോവാ. പാർട്ടി ഓഫീസ് എങ്ങനെ ഇരിക്കുന്നത്? അവിടെ ഓട് മാറാൻ കിടക്കുമല്ലേ? എന്നാ ഒരു കാര്യം, നമുക്ക് നായര കടയിൽ ഇരിക്കാമല്ലോ. നീ ആദ്യം അവന്മാരെ വിളിച്ചോണ്ട് കൊണ്ട് വാ. അത് ഞാൻ വരാം. അളിയ പെട്ടെന്ന് അങ്ങ് വന്നേക്കണം. ഞാൻ വന്നോളാം, നീ ആദ്യം ഒന്ന് പോ. ശരി ഓക്കെ, പെട്ടെന്ന് പോ. കർത്താവാണ് ഇങ്ങനെ ഓരോ മുതലുകൾ. എന്തൊരു കാര്യം ഒന്ന് ആലോചിക്കണേ. വല്ലാത്ത കാലം തന്നെ. ഒരമ്മ പെറ്റ 2 മക്കള്, ഒരേ ചോര, ഒരേ വീട്ടില്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. ഇവനൊക്കെ ഇനി എന്ന് പഠിക്കുവോ എന്ന് നന്നാവുമോ? അവനവനെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒന്ന് ചിന്തിക്കണം. ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് ഒരു എളുപ്പം തോന്നണില്ലേ? ഇവിടെ എന്തൊരു കുഴപ്പം? അവന്റെ ചേര. നിങ്ങൾ ഇവിടെ കിടന്ന് എന്നാ കാണിക്കണേ? ഇവിടെ ഞാൻ എന്തോ കാണിച്ചേ? ഇവിടെ അല്ല, അപ്പുറത്ത് അവനുമായിട്ട് എന്റെ ആങ്ങളായിട്ട് നിങ്ങൾക്ക് എന്തായാലും നിന്നപ്പോ ഈ ചിന്ത അന്നേരം ഒന്നും ഇല്ലല്ലോ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് വ്യക്തമായിട്ട് കേൾക്കണം. ഒരമ്മ പെറ്റ മക്കൾ, ഒരേ വയറ്റിൽ കിടന്നത് 2 എണ്ണം, ഒരേ ചോര, പിന്നെ അപ്പുറം ഇപ്പുറം താമസിക്കുന്നത്. കിടന്നുകൊണ്ട് തമ്മിൽ തല്ലേണ്ട കാര്യം ഉണ്ടാന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ അവൻ വേറൊരു അമ്മയുടെ വയറ്റിൽ, ഞാൻ വേറെ അമ്മയുടെ വയറ്റിൽ, 2 ചോര. എന്നാൽ ഈ ഒരൊറ്റ ഭിത്തിയുടെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്നല്ലേ ഈ തോന്നിയാസം മുഴുവൻ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറയണത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരേ ചോരയാണ്, ഒരേ ശരീരത്തിൽ ഒരമ്മ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതല്ല. എൻ്റെ അച്ഛൻ്റെ വികാരമായിരിക്കും എനിക്ക്, അവൻ്റെ അച്ഛൻ്റെ വികാരമായിരിക്കും അവന്. അങ്ങനെ ഒരു കാര്യമുണ്ട്. മിക്കവാറും നിങ്ങളുടെ കാലം ഇങ്ങനെ ഒടിച്ചു കളയും. വരട്ടെ, അത്രയും ഉണ്ടാവും. ആയിക്കോട്ടെ. നിങ്ങൾ എന്നിട്ട് എന്താ മധ്യസ്ഥ നിൽക്കാൻ പോണോ? പിന്നല്ലാതെ. എന്റെ പൊന്നു ക്ലീറ്റോ, പോവല്ലേ. അവരിപ്പോ തമ്മിത്തല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും കൊലപാതകം നടക്കും. അപ്പോഴത്തേക്ക് നിന്റെ ആങ്ങളെ വിളിക്കാം. അവിടെ കേസ് പറയാനും വേണ്ടി വരും. പോലീസിനെ വിളിക്കാം. എന്റെ ആങ്ങളെ വേണ്ടി വരും. വല്ല നിങ്ങൾ അറിയണ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇവന് എന്ത് യോഗ്യത ഉണ്ടെന്ന് പറയും. ആയിക്കോട്ടെ. നീ എന്റെ പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടരുത്. ഞാനൊരു പൊതുപ്രവർത്തനാണ്. ഇതുപോലുള്ള പല കാര്യങ്ങളിലും ഞാൻ ഇടപെടും. അത് നിങ്ങളുടെ പൊതുപ്രവർത്തനം ആണെങ്കിലേ അപ്പുറത്ത് ഇറങ്ങണ എന്റെ ആങ്ങളെ. അപ്പൊ എനിക്കിത് പറയാനുള്ള, എനിക്ക് പറയാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പറയും. അത് നീ നിന്റെ ആങ്ങളുടെ അടുത്ത് പോയി പറഞ്ഞാ മതി. നീ എന്നെ നന്നാക്കാൻ നോക്കണ്ട. പിന്നെ കേട്ടാ, അവനെ നന്നാക്ക്. ഇത് എന്നത് ഇതിനകത്ത് ഒന്നുമില്ലേ? അത് തന്നെ നിങ്ങളെപ്പോലെ ഒന്നുമില്ലാത്തത്. പിന്നെ ഇവിടുത്തെ പ്രശ്നം തീർന്നെങ്കിൽ ഉണ്ടല്ലോ, നിന്റെ ആങ്ങളെ എന്നുള്ള പോലീസുകാരന് ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് സ്ഥലം അതിന് നല്ലത് നിങ്ങൾ എവിടെയെങ്കിലും പോണല്ലേ? എന്തിനാ ഗൾഫിൽ പോയിട്ട് ഓടി ഇങ്ങോട്ട് പോകുന്നത്? ഗൾഫിൽ നിന്നപ്പോ സ്വസ്ഥത. അയ്യോ എന്റെ ക്ലീറ്റോ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിങ്ങളെ മനസ്സിലാക്കി ഒരുപാട് നാളെടുത്തു. നിന്നെ ഞാൻ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞടി. നമ്മളിനി എന്തൊക്കെ കാണും, ഇനിയിപ്പം ചങ്ക് പൊളിച്ച് കാണിച്ചാലും നീ വേണ്ട ഈ വാഴപ്പിണ്ടി എന്ന് പറയും. ഹലോ എൻ്റെ കുട്ട, ഇത് എന്ത് പരിപാടിയാണ് നീ കാണിക്കുന്നത്? ഇടേ ഞങ്ങളുടെ DDT പോലൊരു പ്രസ്ഥാനം ഇപ്പം മീറ്റിംഗ് കൂടിയിട്ട് എത്ര ദിവസമായെന്നറിയാം? പാർട്ടി ഓഫീസിൽ നിന്ന് 10 ഓട് മാറ്റാൻ നിനക്ക് എത്ര സമയം വേണം? നീ വന്ന് ഇന്ന് മാറ്റും നാളെ മാറ്റും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മീറ്റിംഗ് ഇപ്പോൾ പെരുവഴിയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പറ്റില്ല. നിനക്ക് ഞാൻ അഡ്വാൻസ് തന്നല്ലേടേ? നിൻ്റെ വീട്ടിലെ ചോർച്ചയെ
നിന്റെ വീട്ടിലെ ചോർച്ച അടയ്ക്ക് അവിടെ മീറ്റിംഗ് കമ്മിറ്റി ഒന്നും നടക്കണല്ലോ, അതുപോലെയാണ് പാർട്ടി ഓഫീസ്. ഇതുപോലെ ഒരു പ്രസ്ഥാനം കളിക്കരുത്. ഞാൻ നാളെ വന്ന് പണി ഫുള്ള് തീർത്ത് വന്നോളണം. ആ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഞങ്ങൾ DDT പാർട്ടി ഒരു സമരം, നിന്റെ ജാഥ നിന്റെ വീടിൻ്റെ നടേ വരും. ആ കളിയല്ല കുട്ടായത്. നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് നിനക്ക് പണി ഞാൻ പിടിച്ചു തന്നത്. എനിക്ക് പണിയാവരുത്. വന്നാൽ മതി. ശരി. എന്തൊരു ഉത്തരവാദിത്തമില്ലാതെയാണ് നോക്കിയാണ്. ഒരു കാര്യം ചെയ്ത് കൃത്യമായിട്ട് ചെയ്യില്ലെങ്കിൽ അത് ഏക്കരുത്. എത്ര ദിവസമായി ആ ബോർഡ് ഒന്ന് മാറ്റാൻ പറഞ്ഞിട്ട് പാർട്ടി അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇരുന്ന് അവിടെ ഇവിടെ ഇരുന്ന് മീറ്റിംഗ് കൂടാം. എൻ്റെ അളി അതൊക്കെ വിട്. ആദ്യം എന്താ ഇവരുടെ കാര്യത്തിന് ഒരു തീരുമാനം പറ. ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബാബു, നീ DDT എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കണ ഒരാൾ. പാർട്ടിയുടെ കുറേ ചിട്ടവട്ടങ്ങളും അജണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടല്ലേ മുന്നോട്ട് പോകാൻ. പക്ഷെ അങ്ങനെയല്ല നിൻ്റെ പോക്ക്. സുരേഷ് നേരത്തെ പാർട്ടി ഒരു പ്രവർത്തകനായിരുന്നു, ഇപ്പോഴും പാർട്ടി അനുഭാവിയാണ്. പിന്നെ നിൻ്റെ പണിയും തിരക്കും സാഹചര്യങ്ങളും കൊണ്ട് നീ പാർട്ടിയിൽ വരണില്ല. പക്ഷെ എന്നാലും നീയും ഇതൊക്കെ പാലിക്കണ്ടേ? മാത്രമല്ല, നിങ്ങൾ രണ്ടും ഒരേ ചോര, ഒരമ്മയുടെ വയറ്റിൽ കിടന്ന് 2 മക്കൾ. നിങ്ങളിങ്ങനെ കിടന്ന് തമ്മിലടിയും തമ്മിൽ തല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ ആൾക്കാരെ മുമ്പിൽ വെറുതെ പരിഹാസപാത്രങ്ങളാവണം വേണോ? നേതാവ് ഇത് കേൾക്കണം. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇയാളുമായിട്ടൊരു വഴക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനും എൻ്റെ ഭാര്യയും ഈ വീടിൻ്റെ ബാക്കിലോട്ട് ഞാൻ ഒരു വീട് വെച്ചു. അവിടെ ഞാൻ ഇപ്പം താമസിക്കുന്നത്. പ്രമാണത്തിൽ അതിൽ 1.5 മീറ്റർ വഴിയുണ്ട്. ആ വഴിയിലൂടെ നടക്കുമ്പോൾ പുള്ളി ആ വഴി അടയ്ക്കുക, അവിടെ വേസ്റ്റ് വാരി ഇടുക. ഞാൻ ചോദിക്കാൻ ചിലപ്പോൾ പുള്ളി ചീത്ത വിളിക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെ, ഞാൻ ചീത്തയൊന്നും വിളിക്കാറില്ല. ചീത്ത വിളിക്കുന്ന കാരണം അവൻ്റെ പെണ്ണുമ്പിള്ളയാണ്. അത് ലോകത്ത് ഒരു നിഘണ്ടുവിലും ഇല്ലാത്ത ചീത്തകളെ അവൻ്റെ പെണ്ണുമ്പിള്ള വിളിക്കുന്നു. ചേട്ടനും അനിയുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാന്നൊക്കെ പറഞ്ഞ അയ്യയ്യേ ഒക്കെ മോശമാണിത്. എന്തിനാ ചീത്തയൊക്കെ വിളിക്കുന്നത്? ഞങ്ങൾക്ക് വഴിയില്ല, വീട്ടിലോട്ട് പോകാനും ഇറങ്ങിപ്പോകാനും വഴിയില്ല. നേതാവ് കേൾക്കണം. അച്ഛൻ ചാവാൻ കിടന്നു. അപ്പോൾ അച്ഛൻ എന്തോ ഗുണഗുണാന്ന് പറഞ്ഞു. അതെന്താ പറഞ്ഞ്? അത് വഴിയുടെ കാര്യമാണ് പറഞ്ഞത്. അത് യവൻ വഴിയുടെ കാര്യമൊന്നും പറഞ്ഞ് യവൻ ഇരിക്കുന്നു. ഞാൻ എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഒരു 1.5 മീറ്റർ വഴി അവന് കൊടുത്ത്, എന്നിട്ടാണ് അവൻ്റെ പെണ്ണുമ്പിള്ള വിട്ട് എന്നെ ഞാൻ ചീത്ത വിളിക്കുന്നത്. നിങ്ങൾ സഹോദരങ്ങൾ എന്തിനാ പെണ്ണുമ്പിള്ള ചീത്ത വിളിക്കുന്നത്? അല്ലാതെ വഴി തന്നിട്ട് അതങ്ങ് അടയ്ക്കുക, അവിടെ വേസ്റ്റ് വാരി വിടുക. പിന്നെ ഞങ്ങൾ എങ്ങനെ നടന്നു പോകും? വഴിയുടെ അതൊക്കെ മോശമാണ്. അങ്ങനെ ചെയ്യില്ല. നേതാവേ, വഴി ഞാൻ തുറക്കാം. ആദ്യം അവൻ്റെ പെണ്ണുമ്പിള്ളയുടെ വായ അടയ്ക്കാൻ പറ. അത് ഞാൻ അടപ്പിച്ചോളാം. നീ അടച്ചാൽ മതി. ശരി. അത്രയല്ലേ ഉള്ള പ്രശ്നം. ഇതാണ് കുഴപ്പം. ഈ നിസാര കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ സംസാരിച്ചാൽ തീർന്ന കാര്യങ്ങളാണ്. പലതും ഊതി വീർപ്പിച്ച് വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമല്ല. ഇതിപ്പോൾ നമ്മുടെ DDT വളരെ പ്രസ്ഥാനത്തിന് നാണക്കേടാണിത്. ഇങ്ങനെയുള്ളത് തമ്മിൽ തല്ലുക എന്നൊക്കെ പറഞ്ഞ അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇതോടെ എല്ലാം പരിഹരിക്കുകയാണ്. എനിക്ക് വഴി വേണം. വഴി തരും. അതെ, നീ വഴി കൊടുക്കുമല്ലോ സുരേഷേ? ഞാൻ വഴി കൊടുക്കാം. നീ അടപ്പിക്കുമല്ലോ. ഞാൻ അടപ്പിച്ചോളാം. വഴി തുറന്നു തരണം. അത്രയേ ഉള്ളൂ പ്രശ്നം. ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? ഇനി രണ്ടുപേരും കൈയൊന്നും കൊടുത്ത് കൈയൊന്നും കൊടുക്കണ്ട. അതൊന്നും വേണ്ട. ഇതൊക്കെയാണ് ഒരു ഒത്തൊരുമയില്ല. തന്നല്ല ഇപ്പൊ അത് രണ്ടുപേര് ഈ പറഞ്ഞമാര് രണ്ടുപേരുടെയും ശരീരത്തിൽ ഓടുന്ന ഒരേ ചോരയല്ലേ? കുറച്ച് ഒരു ബോധം വേണ്ടേ? ഞാൻ ഇളതാന്നുള്ള ബോധം വേണ്ട. ഇവിടെ ബോധമൊക്കെ എനിക്കുണ്ട്. നീ എന്നാ ബോധം പഠിപ്പിച്ചേ? ഇത് നിർത്ത്. നിങ്ങൾ രണ്ടുപേരും കൈ കൊടുത്തല്ലേ ഉള്ളൂ. പിന്നെ അങ്ങനെ പറയാം. ഇത് 2 കൈയും കൊട്ടിയാലേ സൗണ്ട് കേൾക്കുള്ളൂ. ഒരു കൈ ഇങ്ങനെ കൊട്ടിയാൽ സൗണ്ട് കേൾക്കൂല. ഞാൻ കൊട്ടത്തില്ല. അതുകൊണ്ട് ഒന്നും അടങ്ങിക്കൊടു, ഒന്ന് ഒതുങ്ങിക്കൊടു. നീ ഇനി കൊട്ടരുത്. കൊട്ടാനും പോകുന്നില്ല, മുട്ടാനും പോകുന്നില്ല. എന്റെ അടുത്ത് ചൊറിയാൻ വരുന്നു. നിങ്ങൾ അടങ്ങി. ചൊറിയാൻ വരരുത്. ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ. ബാബു, നീ ഒന്ന് അടങ്ങടാ. എന്തോടങ്ങ എന്നെ ചീത്ത അതില്ലാന്ന് പറഞ്ഞല്ലോ. ഇനി ഇല്ലല്ലോ. അത് സമ്മതിച്ചല്ലോ പരസ്പരം. അതിനാണല്ലോ നമ്മളിപ്പോ ധാരണയായത്. എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല, എന്റെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പം. ശരി, എല്ലാം കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ 2 കാലം വരെ നിലനിർത്തണേയും. താനായിരിക്കുമ്പോ വാലാട്ടണ്ട. ആട്ടാ സമയം ഞാൻ പറയാം. പാട്ടിയാ മതി കേട്ടോ. ഇവിടെ ഞാനുണ്ട് എല്ലാത്തിനും. യവന്മാർക്ക് എപ്പോഴും തീറ്റയും കൂടിയൊന്നും തന്നെ. വേറെ പണിയൊന്നും ഇല്ലെന്ന്. ഒന്നും മിണ്ടണ്ട, മൈൻഡ് ചെയ്യണ്ട. എന്തായാലും കേട്ടോ, കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പായോ? ഒത്തുതീർപ്പാ? അതിന് ഒത്തുതീർക്കാൻ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു? ഇവര് തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളല്ലേ നടക്കുന്നത്? ഇവര് തമ്മിൽ എന്ത് പ്രശ്നം? ഒന്നുമില്ലേ? നിങ്ങൾക്ക് വല്ല പ്രശ്നമില്ല. ക്ലീറ്റോ, വെറുതെ ഒളിച്ച് കളിക്കണ്ട. ഇവര് തമ്മിലുള്ള പ്രശ്നം ഇവിടെ നാട്ടുകാർക്ക് മുഴുക്ക പാട്ടാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ആകെ 4, 3, 7 പേരുള്ള നിന്റെ പാർട്ടിയിലെ പ്രശ്നം ആദ്യം ഒതുക്ക്. എന്നിട്ട് നാട്ടുകാരുടെ പ്രശ്നത്തിൽ ഇടപെടും. അതാ നല്ലത്. ഒരിടം ഞങ്ങളെ 4, 3, 7 പേരെ ഉള്ളൂങ്കിലും ആ ഉള്ളതെല്ലാം നല്ല ഉരുപ്പടിയാ. അല്ല, നിന്നെ പോലെ നഴ്സറി പിള്ളേരല്ല. ഞാൻ നടക്കുന്ന ഒരു സ്കൂളിൽ 10ാം ക്ലാസ് തോറ്റ ഒരുത്തൻ
വേണ്ട വക്കീലാന്ന് പറയണം. നിനക്ക് വക്കീൽ പണിക്ക് വെക്കടാ കൊച്ചനെ. അളിയാ വക്കീല് പണിയാണോങ്കിലേ LLB എന്ന് പറഞ്ഞൊരു സാധനം പാസ്സാവും. പാസ്സായില്ല, ജയിച്ചിട്ടില്ല. അല്ലേലും പൂരാടം നിന്റെ പാർട്ടിയിലും പാർട്ടിക്കാരും ജയിച്ച ചരിത്രം ഇല്ലല്ലോ. ശരി. നേരെ ആ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് ചായ രണ്ടുപേർക്കും. അതെ, ഞാൻ ഒരു കാര്യം പറയാം, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. മര്യാദ ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കും. നേതാവ് ആദ്യം അവന്റെ അടുത്ത് പറ. അവനെ എന്നെ കാണുമ്പോ ഭയങ്കര ചൊറിച്ചില്. ചൊറിയോടാ? എനിക്ക് ചൊറിയും. എനിക്കല്ലടാ ചൊറി, നിനക്ക് നിന്റെ വീട്ടിലെ പെണ്ണും പിള്ളക്കാ ചൊറി. നിനക്ക് എന്റെ ഭാര്യയ്ക്കും ചൊറി തന്നെയാണാ. ഇന്നത്തെ പോലെ വൈകുന്നേരത്തെ എന്റെ പെരടത്തിന്റെ അവിടെ വന്ന് ഒരു ചുക്കും ചെയ്തില്ല. ക്ലിറ്റോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കൊള്ളാമല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ഇവര് തമ്മിലുള്ള പ്രശ്നം നീ ഒന്ന് പരിഹരിച്ച് കാണിച്ചാൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുക. ഇത്രയും പേരുടെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് എൻ്റെ ഈ മോതിരം ഈ ദൂരി ഞാൻ നിനക്ക് നിന്റെ കയ്യിലിട്ട് തരും. തീർച്ചയായിട്ടും ഒത്തുതീർപ്പാക്കി കാണിക്കും. കാണാം നമുക്ക്. പൂരാടം, നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ ആ വിരളിൽ കിടക്കുന്ന മോതിരമുണ്ടല്ലോ, ഇതാ ഈ വിരലോട്ട് അണിയാനായിട്ട് നീ തയ്യാറായി നിന്നോ. പറയുന്ന ആരെന്ന് അറിയാമോ? ക്ലീറ്റസ് മത്തായി. ക്ലീറ്റസ് മത്തായി. വടാ, ശരി, കാണാം. കാണാം. എനിക്കൊരു പണിയില്ലോ. ആ ചെല്ല് മക്കള്. അളിയൻ എന്ത് പണി അളിയായി കാണിച്ചത്? ഈ പൂരാടത്തിനെയൊക്കെ വെല്ലുവിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പിന്നെ ഇത്ര ആളുകൾ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ വെല്ലുവിളി ഏറ്റ് ഞാൻ അവനെ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കണമായിരുന്ന. അതൊന്നും കൊടുങ്ങാവള കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയല്ല. കൊടുങ്ങാവള കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ ആരെങ്കിലും വെല്ലുവിളിച്ച് ആ വെല്ലുവിളി ഏറ്റെടുത്ത് അതിന് പരിഹാരം കണ്ടിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. എങ്കിൽ കൊടുങ്ങാവള കുടുംബത്തിന്റെ ചരിത്രം ഇതോടെ തീരും. എന്തോന്നടായി? എൻ്റെ പൊന്നു നേതാവേ, അവർ തമ്മിലുള്ള പ്രധാന പ്രശ്നം വഴിത്തർക്കമൊന്നുമല്ല, പെണ്ണ് കേസാ. ഇത് പീഡനമാണ്, നമ്മൾ ഇടവേണ്ട നാറും. അയ്യോ നേതാവേ, പീഡനമല്ല. പിന്നെ സുരേഷിനൊരു പെണ്ണ് കാണാൻ വേണ്ടി ബാബുവും സുരേഷും കൂടെ ഒരു വീട്ടിൽ പോയി. സുരേഷിനാണെങ്കിൽ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്ത് കല്യാണം കഴിക്കാന്നൊക്കെ തീരുമാനിക്കുകയും ചെയ്ത്. പിന്നെന്ത്? പക്ഷേ പെണ്ണിന് സുരേഷിനെ അല്ല ഇഷ്ടപ്പെട്ടത്, ബാബുവിനെയാ. ബാബു ആ സമയത്ത് തന്നെ അത് ഏറ്റെടുത്ത് കല്യാണം കഴിച്ച് ഇവന്റെ വീടിന്റെ അപ്പുറത്ത് വന്ന് കെട്ടിക്കൊണ്ടുവന്ന് താമസമായി. അന്ന് തൊട്ട് തുടങ്ങിയതാ ഈ പ്രശ്നങ്ങളെല്ലാം. പക്ഷേ ഈ ബാബു അല്ല പ്രശ്നക്കാരൻ. ബാബുവിന്റെ ആ പെണ്ണെന്ന് വെച്ചാൽ മഹാ അലവരാതിയാ. തൊഴിലുറപ്പിന് പോയാലും അണ്ടി ആഫീസിൽ പോയാലും എല്ലാം അവള് വേറെ. പിന്നെ രാവിലെ അങ്ങോട്ട് എണീക്കും, അവള് ചൂലെടുത്ത് മുറ്റത്തോട്ട് ഇറങ്ങും, കാർക്കിച്ചൊരു തുപ്പും ബഹളവും. അവിടെ തുടങ്ങും രാവിലത്തെ പ്രശ്നം. എന്നിട്ട് ഇവർ രണ്ട് ചേട്ടനനിയന്മാർ തമ്മിൽ അടിയാവും ബഹളാവും. എൻ്റെ പൊന്നു നേതാവേ, ഇവർ രണ്ടുപേരും ബാബുവും സുരേഷും വേറെ പാവങ്ങളാണ്. ഈ അലവലാതി പെണ്ണ ഇവരുടെ കുടുംബം നശിപ്പിക്കുന്നത്. ഇവന്റെ സമാധാനമേ കൊടുക്കത്തില്ല. അവളെപ്പറ്റി ഒരുപാട് കംപ്ലൈന്റ് വരും. ആന്ന് അളിയാ, ഇപ്പൊ എങ്ങനെ ഉണ്ട്? പൂരാടത്തിന്റെ വിരൽ കണ്ടിട്ടുണ്ട്? 1.5 വിരലാണ് അളിയാ. അതിന് പറ്റിയ ഒരു മോതിരം റെഡിയാക്കി വെച്ചോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പിടിച്ചോണ്ട് വരും. അവളെ നീ പറഞ്ഞ് മനസ്സിലാക്കിയാ ചേട്ടാ. നമുക്ക് നായരേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാം. അയ്യോ, അതെ, നമുക്ക് ഇവിടുന്ന് ചായയും കുടിച്ചിട്ട് നമുക്ക് സൈഡിലോട്ട് പോവാം. അതിന് പെയിന്റ് എടുക്കണ്ടേ? ആ, പെയിന്റ് എടുക്കണം. 2 പേങ്ങന്മാരവിടെ എന്തരാക്കി വെച്ചാൽ ദൈവത്തിന് അറിയാൻ. അതെ, ആരട്ടാ ഓ, എനിക്കും ചേട്ടനും 2 ചായ തന്നേ. അയ്യോ എന്റെ ഭഗവതി, ഞാൻ എന്തുവായി കാണുന്നേ? ഇന്നലെ വെട്ടും കുത്തും നടത്തി വരുന്നതാ, ഇന്നങ്ങ് ഒന്നായോ? അത് ഇന്നലെ അല്ലായിരുന്നു. നായരേട്ടാ, നമ്മളെ പ്രശ്നം ക്ലീറ്റോസ് നേതാവ് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി. പൂരാടം, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ആരട്ടാ? പൂരാടം, ഹലോ, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു. പണി പാളിയിട്ട് നേതാവേ, ഇതിപ്പോ മോതിരം ഊരി കൊടുക്കേണ്ടി വരും. ആര് കൊടുക്കാൻ? നമുക്ക് ഇവിടെ സ്ഥലം വേണം. പുരാണം അവിടെ നില്ല്, അങ്ങനെ പോവല്ലേ. ഞെട്ടി തകർന്നു നിൽക്കണമെന്ന് എനിക്കറിയാം. ഇത് സുരേഷും ബാബുവും, ഇവര് തമ്മിലിപ്പോ ഒരു പ്രശ്നമല്ല. നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോടേ? ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ ചേട്ടൻ്റെ കൂടെ പണിക്ക് പോവാ. കണ്ട, അവൻ പണിക്ക് പോവാണ്. ഇനി നിനക്ക് പത്രത്തിലല്ലോ എഴുതി തരണോ അവർ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വേണോ? പിന്നെ പൂരാടം, നീ എന്തോ ഇവിടെ നിന്നൊരു വെല്ലുവിളി നടത്തിയല്ല.
ഇവര് തമ്മിൽ ഒത്തുതീർപ്പാക്കി കഴിഞ്ഞാൽ നീ എന്റെ വിരളിൽ എന്തോ പിന്നെ അണിയിച്ചു തരാന്ന് പറഞ്ഞല്ലോ തടേ എന്ത് ഇനിയിപ്പം ഞാൻ എന്തായാലും പറഞ്ഞത് തന്നെ ഒരു തരാം. ഒരു കൊടുക്കണം. ഇട്ട് കൊടുത്തല്ലോ. ഉരണം നീ വാ. നീ ഒന്ന് തോറ്റ് കാണണമെന്നുള്ളായിരുന്നു എൻ്റെ ആഗ്രഹം. അതെന്തായാലും സാധിച്ചു. പിന്നെ ഈ മോതിരം, ഇത് കല്യാണ സമയത്ത് നിന്റെ പെണ്ണുമ്പിള്ള നിനക്കടിച്ചു എന്ന കല്യാണ മോതിരം, അതിന് എൻ്റെ വിരളിൽ കിടന്നുണ്ടല്ലോ വേറെ കഥകളുണ്ടായിട്ട് നിന്റെ വീട്ടിൽ പ്രശ്നമായ നിന്റെ ഭാര്യ നിന്റെ നോക്കങ്ങയ്ക്ക് പിടിക്കാനും അത് പരിഹരിക്കാൻ ഇനി ഞാൻ വരാനും. അതുകൊണ്ട് തൽക്കാലം ഇത് നീ തന്നെ അങ്ങ് വെച്ചോ. വേണ്ട, വെച്ചോ. ഒരാളെ ആളും തരം കണ്ട് വെല്ലുവിളിക്കണം കേട്ടാ. നായരെ എല്ലാവർക്കും നല്ല അടിപൊളി ഓരോ ചായ കൂടെ. ഓരാടത്തിന്റെ കളി എന്നോട് അല്ലേ? അളിയനെ ഞാൻ സമ്മതിച്ചു. അല്ല, ഈ ഇന്ത്യൻ പാകിസ്ഥാനെ പോലെ ഇരുന്ന ഇമാരെ അളി എങ്ങനെ ഒന്നാക്കിയെന്നുള്ളതാണ്. അൻസാറേ, ഇതിലും വലിയ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളവനാണ് ഈ ക്ലിറ്റസ് മത്തായി. സുരേഷ് ആരാ ഒന്ന് വന്നേ. ഏതാവാ? സുരേഷേ, ഓ, ഞാൻ ഇച്ചിരി കാര്യഗൗരവമായ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നെ കാണാമെന്ന് വെച്ചത്. എന്താ? ഒന്നുമില്ല, ഞാൻ ഈ പറയുന്ന കാര്യം നീ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കണം. നീയും നിന്റെ അനിയനും ബാബുവും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. അവന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് പോലാ തുടങ്ങി. ആണല്ലോ. അതിന് മുന്നേ വരെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ സ്നേഹമായിരുന്നു. അതെ, ഇല്ലേ? അവന് വേണ്ട ബഹുമാനം നിനക്ക് തരുമായിരുന്നു. നീ തിരിച്ചു അതുപോലെ കൊടുക്കുമായിരുന്നു. സുരേഷേ, ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പെണ്ണ് കാണാൻ പോയ പെണ്ണ് അവനെ ഇഷ്ടപ്പെട്ടു, അവർ കല്യാണം കഴിച്ചു, അവർ ജീവിച്ചു തുടങ്ങി. സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഞാനിപ്പം മനസ്സിലാക്കിയെടുത്തോളം നിന്റെ അനിയൻ ബാബു അന്നത്തെ ഒരാവശ്യത്തിൽ കല്യാണത്തിൽ സമ്മതിച്ചു, കല്യാണം കഴിച്ചു, ജീവിക്കുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ സന്തോഷമെന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത്രയും വൃത്തികെട്ട ഒരു പെണ്ണാണ് അവളെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ആണ് സാറേ. അവള് എന്ന് വന്ന് കയറി അന്ന് തുടങ്ങിയ കഷ്ടകാലം അവന്റെ കഷ്ടകാലം സ്വഭാവം മാറി. സമ്മതിച്ചല്ലോ, നീ സമ്മതിച്ചല്ലോ. അപ്പോൾ സുരേഷ്, നീ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്. നീയാണ് അവളെ കല്യാണം കഴിച്ച് നിന്റെ തലയിലായിരുന്നെങ്കിൽ നീ ഇപ്പൊ അനുഭവിക്കുമായിരുന്നു, ഇല്ലേ? എന്റെ തലയിൽ അങ്ങനെ ആയെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്ത് കളഞ്ഞ ആണല്ലോ. അപ്പൊ അതൊക്കെയാണ് ഇപ്പം ഈ ബാബു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ബാബു നിന്നെ രക്ഷിക്കുകയല്ലേ ചെയ്തത്, അവൻ നിന്നെ ഒരു സഹായം ചെയ്യുകയല്ലേ ചെയ്തത്. അങ്ങനെയുള്ള ബാബുവിന് 1.5 മീറ്റർ വഴിയല്ല, ഒരു റോഡ് തന്നെ എഴുതി കൊടുത്താൽ പോലും ഒരു കുഴപ്പമില്ല. സത്യോ നേതാവ്, സത്യോ. എൻ്റെ അനിയനെ ഇനി ഞാൻ ഒരു കാരണവശാലും നോവിക്കൂല. നോവിക്കരുത്. ഇല്ല, ലോല ഹൃദയനാണ്, ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല നേതാവേ, അങ്ങ് പോയാ എൻ്റെ അനിയൻ എൻ്റെ ജീവനാണ് നേതാവേ. വാക്കാണ്, വാക്ക. വിശ്വസിക്കാമല്ലോ. വിശ്വസിക്കാം. എങ്കിലും അളിയനെ ഞാൻ സമ്മതിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ നായരെ, പിള്ളേർക്ക് ചായ മാത്രം ആക്കണ്ട, പൊറോട്ടയും ബീഫും കൂടെ കൊടുത്തോ. പിന്നെ അതിന്റെ കാശ് ആരെന്ന് വാങ്ങണ്ട, അത് ബാബു സുരേഷും തരും.